ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അബ്രഹാം, പാപം ചെയ്തിട്ടുള്ള അബ്രഹാം, തെറ്റുകൾ പറ്റിയിട്ടുള്ള അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ദൈവം അവൻ്റെ പാപത്തിന് കണക്ക് ചോദിച്ചില്ല. ലേവ്യ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം വായിക്കാം. ലേവ്യ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം. അനന്തരം അഹറോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ടു, അതിന്മേൽ ധൂപവർഗവും ഇട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ടു അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി. അപ്പോൾ മോശെ, എന്നോട് അടുക്കുന്നവരിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടും, സർവ്വജനത്തിന്റെയും മുൻപാകെ ഞാൻ മഹത്വപ്പെടുമെന്ന് യഹോവ അരുളി ചെയ്തത് ഇത് തന്നെ എന്ന് അഹരോനോട് പറഞ്ഞു. അഹരോനോ മിണ്ടാതിരുന്നു. പിന്നെ മോശെ അഹരോന്റെ ഇളയപ്പൻ ഉസിയേലിന്റെ പുത്രന്മാരായ മീശായേലിനെയും എത്സാഫാനെയും വിളിച്ച് അവരോട്, നിങ്ങൾ അടുത്ത് എന്ന് നിങ്ങളുടെ സഹോദരന്മാരെ വിശുദ്ധ മന്ദിരത്തിന്റെ മുമ്പിൽ നിന്ന് പാളയത്തിന് പുറത്തു കൊണ്ടുപോകുവിനെന്ന് പറഞ്ഞു. മോശെ പറഞ്ഞതുപോലെ അവർ അടുത്ത് ചെന്നു അവരെ അവരുടെ അങ്കികളോട് കൂടെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. നാം എന്താണ് വായിച്ചത്? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അബ്രഹാം യാഗം കഴിച്ചു. ഒരു പുരോഹിതനുമില്ലാത്ത തന്നെത്താൻ യാഗം കഴിച്ചു. അബ്രഹാം ഒരു പുരോഹിതനെയോ ഒരു പ്രവാചകനെയോ ആരെയും അന്വേഷിച്ചു പോയില്ല. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അബ്രഹാം നേരിട്ട് ദൈവത്തെ വിശ്വസിച്ചു. വേറെ ഒരു മധ്യസ്ഥനുമില്ലാതെ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അബ്രഹാമിന്റെ വിശ്വാസം, അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. തീർന്നില്ല. അബ്രഹാം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ തീരുമാനിച്ചു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. അബ്രഹാം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ദൈവമക്കളെ, ഇതാണ് അബ്രഹാമിൻ്റെ വിശ്വാസം. തൻ്റെ കുടുംബത്തിൻ്റെ നാഥൻ ഇനി ദൈവമായിരിക്കുമെന്ന് അബ്രഹാം ഉടമ്പടി പറഞ്ഞു. എൻ്റെ കുടുംബത്തിൻ്റെ നാഥൻ ഇനി ദൈവമായിരിക്കുമെന്ന്, എൻ്റെ കുടുംബം ഇനി ദൈവം ഭരിക്കുമെന്ന് അബ്രഹാം പറഞ്ഞു. നിങ്ങളങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടോ? എന്നെ മാത്രമല്ല, എൻ്റെ കുടുംബത്തെ ദൈവം ഭരിക്കും. അബ്രഹാമിൻ്റെ മകൻ ഇസ്ഹാക്കിന് ആ തീരുമാനമുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തെ ദൈവം ഭരിക്കും. ഇസ്ഹാക്കിന് 2 മക്കളുണ്ടായിരുന്നു. ഒരു മകൻ യാക്കോബിന് ആ തീരുമാനമുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തെ ദൈവം ഭരിക്കും. ദൈവമക്കളെ, നിങ്ങൾക്ക് ആ തീരുമാനമുണ്ടോ? എൻ്റെ കുടുംബത്തെ ദൈവമാണ് ഇനി ഭരിക്കുക. അവൻ എൻ്റെ കുടുംബത്തിൻ്റെയും ദൈവമാണ്. എൻ്റെ കുടുംബത്തെ ഞാനല്ല ഭരിക്കുന്നത്, ദൈവമാണ് ഭരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തൊരു വലിയ അനുഭവമാണ് അവർക്കെല്ലാം ലഭിച്ചത്. അവരുടെ മക്കളിലൂടെ കുടുംബത്തിൻ്റെ ദൈവമായിട്ട് ആ സത്യദൈവത്തെ തിരഞ്ഞെടുത്തപ്പോൾ എത്ര ശ്രേഷ്ഠമായ അനുഭവങ്ങളാണ് അവർക്കെല്ലാം ലഭിച്ചത്. ഇസ്ഹാക്കിനെ ലഭിച്ചു, അനുസരണമുള്ള ഇസ്ഹാക്കിനെ. അവിടെ നിന്ന് യാക്കോബിനെ. എല്ലാ മക്കളും അനുസരിച്ചില്ല. എല്ലാ മക്കളും ആ അപ്പൻ്റെ തീരുമാനത്തോടെ എല്ലാ മക്കളും വന്നില്ല. അപ്പൻ്റെ തീരുമാനത്തോട് ചേരാതെ വരാതെ മക്കള് നഷ്ടപ്പെട്ടു പോയി, മാറിപ്പോയി. പക്ഷേ അപ്പൻ്റെ ആ തിരഞ്ഞെടുപ്പിനോട് ചേർന്ന് വന്ന മക്കൾ അനുഗ്രഹം പ്രാപിച്ചു. ഇതെല്ലാം വേദപുസ്തകത്തിലെ ദൃഷ്ടാന്ത വചനങ്ങളല്ലേ? ദൈവമക്കളെ, ഇന്നും നടക്കുന്ന കാര്യമാണ്. ഇന്നും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ദൈവമായിട്ട് സത്യദൈവത്തെ യേശുക്രിസ്തുവിനെ തിരഞ്ഞെടുത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ തിരഞ്ഞെടുപ്പിനോട് ചേർന്ന് വരുന്ന നിങ്ങളുടെ പിൽക്കാല തലമുറ അനുഗ്രഹിക്കപ്പെടും. ജീവനുള്ള ദൈവത്തെ തിരഞ്ഞെടുക്കുക. മറ്റൊന്നും എനിക്ക് പറയാനില്ല. എനിക്ക് വേറൊന്നും നിങ്ങളോട് പറയാനില്ല. സത്യദൈവത്തെ വിശ്വസിക്കുക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ആ ക്രിസ്തുവിനെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനും രക്ഷകനുമായി നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ തലമുറയെ അത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ പഠിപ്പിക്കുക. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ തിരഞ്ഞെടുത്ത തീരുമാനം നിങ്ങളുടെ മക്കൾ തിരഞ്ഞെടുത്താൽ അവരും അനുഗ്രഹിക്കപ്പെടും. അവരുടെ മേലും ദൈവാത്മാവ് വരും. അവരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. ദൈവമക്കളെ, ഇതെല്ലാമാണ് നിസ്സാരനായ എൻ്റെയും അനുഭവം. അല്ലാതെ മറ്റൊന്നും ഒരു അനുഭവമല്ല.
ഇതൊക്കെയാണ് വാസ്തവത്തിൽ ജീവനുള്ള ദൈവം ചെയ്തത്. കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് പെട്ടകം നിർന്നു പറഞ്ഞ പോലെ കുടുംബത്തിൻ്റെ നാഥനായിട്ട് യേശുക്രിസ്തുവിനെ തിരഞ്ഞെടുത്തു. അതുതന്നെയാണ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത്. നിങ്ങൾ വേറെ ഒന്നും തിരഞ്ഞെടുക്കണ്ട, നിങ്ങൾ വേറെ ഒന്നും ഹൃദയം കലകേണ്ട ആവശ്യമില്ല. നിങ്ങൾ തീരുമാനങ്ങൾ എടുത്താൽ മതി. ഈ പറയുന്ന അനുസരിച്ച് തീരുമാനങ്ങൾ എടുത്താൽ മതി. യേശു എൻ്റെ നാഥനായിരിക്കും, യേശു എൻ്റെ കർത്താവായിരിക്കും, യേശു എൻ്റെ കുടുംബത്തിൻ്റെ നാഥനായിരിക്കും, യേശു എൻ്റെ കുടുംബത്തിൻ്റെ അധിപതിയായിരിക്കും. ആ തീരുമാനങ്ങളാണ് ആവശ്യം. ആ തീരുമാനം നിങ്ങൾ എടുക്കും തോറും സഹോദരങ്ങളെ, നിങ്ങളിലേക്ക് അനുഗ്രഹം വന്ന് അബ്രഹാം തിരഞ്ഞെടുത്തു. അബ്രഹാമിന് തെറ്റുകളുണ്ടായിരുന്നു. അബ്രഹാം വിഗ്രഹാരാധിയായിരുന്നു. അതിനെപ്പറ്റി പോലും ദൈവം ചോദിച്ചില്ല. അബ്രഹാം അനുസരിക്കാൻ തീരുമാനിച്ചു. ദൈവം അവനെ നീതിമാനായി കണക്കാക്കി, നീതിമാനായി കണക്കാക്കി, തെറ്റ് ചെയ്യാത്തവനായി കണക്കാക്കി. തെറ്റ് ചെയ്ത അബ്രഹാമിനെ തെറ്റ് ചെയ്യാത്തവനായി ദൈവം കണക്കാക്കി. എന്താ കാരണം? തുടർന്നുള്ള ജീവിതത്തിൽ അബ്രഹാം ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു. ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു. നമ്മളോട് പറഞ്ഞിരിക്കുന്നതല്ല, തെറ്റ് ചെയ്തവരായി നമ്മളെ തെറ്റില്ലാത്തവനായി കണക്കാക്കാൻ നാം ചെയ്യേണ്ടത് എന്താണ്? പുതിയ നിയമകാലത്ത് നാം ചെയ്യേണ്ടത് എന്താണ്? ദൈവം അയച്ച അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി ഞാൻ തിരഞ്ഞെടുക്കുക. ഞാൻ തിരഞ്ഞെടുത്താൽ മതി. ഞാൻ ആ യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ കൊണ്ട് തിരഞ്ഞെടുത്താൽ മതി. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ക്രിസ്തുവിനാൽ ഞാൻ നീതീകരിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത്? അഹറോന്റെ രണ്ട് മക്കൾ അതിൻ്റെ 8-ാം അധ്യായവും 9-ാം അധ്യായവും അഹറോനെയും അഹറോന്റെ മക്കളെയും എല്ലാം മോശ പുരോഹിതന്മാരായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. അഹറോനെയും അഹറോന്റെ മക്കളെയെല്ലാം തലയിൽ ഇവിടെ ഇങ്ങനെ രക്തം പുരട്ടി, എണ്ണ പുരട്ടി, വലത് കാലിൻ്റെ വിരലിലൊക്കെ പുരട്ടി. 8-ാം അധ്യായവും 9-ാം അധ്യായവും അതുപോലെ ആഘോഷത്തിൻ്റെ അധ്യായങ്ങളാണ്. ആഘോഷമായ അധ്യായമാണ്. അധ്യായത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ച്. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ടാംഗം വീണു. ദൈവമക്കളെ, വലിയ ആഘോഷത്തിന്റെ അനുഭവമായിരുന്നു 8-ാം അധ്യായവും 9-ാം അധ്യായവും. ജനമെല്ലാം ദൈവസന്നിധിയിൽ നിന്ന് തീ ഇറങ്ങി വന്ന് യാഗപീഠത്തിലേക്ക് തീ ഇറങ്ങി. അവിടെ ദൈവം അംഗീകരിച്ചു. അത് വലിയൊരാഘോഷം. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്നു, യാഗം അംഗീകരിച്ചു. വലിയ ആഘോഷം. പിറ്റേ ദിവസം 10-ാം അധ്യായം തുടങ്ങുകയാണ്. ഈ ദൈവം തിരഞ്ഞെടുത്ത പുരോഹിതന്മാരിൽ 2 പേര് പിറ്റേ ദിവസം അതേ ദേവാലയത്തിൽ തന്നെ ദൈവത്തിന് യാഗം കഴിക്കാനായിട്ട് കിടന്നു ചെന്നു. അവരുടെ അനുഭവമാണ് നാം വായിക്കുന്നത്. അവരതേ ദേവാലയത്തിൽ ആ യാഗപീഠത്തിൽ മരിച്ചു വീണു. ദൈവത്തിൻ്റെ തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ദൈവമക്കളെ, എന്താണ് നാം ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്? ദൈവം സുരക്ഷിതത്വം തരുന്ന ദൈവമാണ്. ദേവാലയം സുരക്ഷിതത്വം തരികയില്ല. ദൈവം സുരക്ഷിതത്വം തരും, ദേവാലയം സുരക്ഷിതത്വം തരികയില്ല. ദൈവം സംരക്ഷിക്കും, ദേവാലയം സംരക്ഷണം കൊടുക്കുന്ന സ്ഥലമല്ല. ദേവാലയം ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമല്ല. വഴിപാടും യാഗവും നേർച്ചയും കാഴ്ചയും ഒന്നും മനുഷ്യൻ്റെ ആത്മാവിന് സുരക്ഷിതത്വം തരികയില്ല. നമ്മുടെ ആത്മാവ് സുരക്ഷിതമാകണമെങ്കിൽ ഏതെങ്കിലും വഴിപാടോ നേർച്ചയോ ഒന്നും കഴിച്ചാലാവില്ല. അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ: യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇതാണ് നമ്മളെപ്പോഴും അബ്രഹാം ചെയ്തത്. അതാണ് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അനുസരിച്ചു. ഇവിടെ ഇതാ 2 പേര് യാഗം കഴിച്ചു. ഞാൻ എളിമടി ചോദിക്കട്ടെ, മുടിയനായ പുത്രൻ തെറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കി പള്ളിയിലേക്ക് പോയിരുന്നെങ്കിൽ, അന്നും പള്ളി ഉണ്ടായിരുന്നല്ലോ, മുടിയനായ പുത്രൻ ഉണ്ടായിരുന്ന കാലത്ത് പള്ളി ഉണ്ടായിരുന്നു.
അവൻ അയ്യോ എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് പോയിരുന്നെങ്കിൽ എന്തു പറ്റുമായിരുന്നു? അപ്പൻ്റെ വീട്ടിൽ കയറുമായിരുന്നോ? അപ്പൻ്റെ വീട്ടിൽ കയറുമായിരുന്നോ? കയറില്ല. തിരിച്ച് അപ്പൻ്റെ അടുക്കലേക്ക് വന്ന്, അപ്പാ, സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞപ്പോൾ അവനെ സ്വർഗത്തിലെ ദൈവം അംഗീകരിച്ചു. ദൈവമക്കളെ, എനിക്കും നിങ്ങളുടെയും മുമ്പിൽ വേറെ വഴിയില്ല. ഒരാരാധനാ സ്ഥലത്തേക്ക് പോയാലോ പുണ്യസ്ഥലത്തേക്ക് പോയാലോ എവിടെ പോയാലും ദൈവം നമ്മളെ അംഗീകരിക്കില്ല. അംഗീകരിക്കാൻ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. കർത്താവായ യേശുവിൻ്റെ ക്രൂശിൻ്റെ പാദപീഠത്തിൽ വന്നിട്ട്, അപ്പാ, എനിക്ക് തെറ്റുപറ്റി, സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു എന്ന് ദൈവസന്നിധിയിൽ നീ ഏറ്റുപറഞ്ഞാൽ, ദൈവമക്കളെ, നിങ്ങൾക്ക് അവിടെ മോചനമുണ്ട്. അപ്പൻ പൊന്മോതിരം തരും, അപ്പൻ ചെരുപ്പിടിവിക്കും, അപ്പൻ ആട്ടിൻകുട്ടിയെ അറുത്ത് നാന്തരമായി തന്നെ എനിക്ക് ഏറ്റുപറയാവൂ. ജീവനുള്ള ദൈവത്തോട് ക്ഷമ ചോദിക്കാവൂ. ദൈവസന്നിധിയിൽ എളിമപ്പെടാവൂ. ആ മുടിയനായ പുത്രൻ എളിമപ്പെട്ടതുപോലെ, ആ മുടിയനായ പുത്രൻ തല താഴ്ത്തി ലജ്ജിതനായി എളിമപ്പെട്ടതുപോലെ, എന്നാൽ അകത്ത് സ്നേഹം കൊണ്ട് വന്നതുപോലെ നിത്യനായ കർത്താവിൻ്റെ മുമ്പിലേക്ക് സഹോദര നിനക്കൊന്ന് വരാവോ? എഞ്ചിനീയറായ സഹോദര, ഡോക്ടറായ സഹോദര, കോളേജ് അധ്യാപകനായ സഹോദര, മിടുമിടുക്കനായ സഹോദര, നല്ല ഉന്നത നിലയിൽ ജീവിക്കുന്ന സഹോദര, നിനക്കൊന്ന് എളിമപ്പെട്ടുകൊണ്ട് ആ പൊന്നു മുറിഞ്ഞ പാദപീഠത്തിലേക്ക് നിന്റെ തലകളൊന്ന് വണക്കാവോ? നിന്റെ തലകളൊന്ന് എളിമപ്പെടാവോ? കർത്താവേ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു, അരുതാത്തത് ഞാൻ ചെയ്തു പോയി, അരുതാത്ത വഴിക്ക് നടന്നുപോയി, അരുതാത്ത പ്രവൃത്തികൾ വന്നുപോയി, ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ വഴിപാട് കഴിച്ചിട്ടുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ പരിഹാരത്തിന് വേണ്ടി വഴിപാടുകൾ കഴിച്ചിട്ടുണ്ട്, നേർച്ചകൾ കഴിച്ചിട്ടുണ്ട്, പെരുന്നാൾ ഏറ്റു കഴിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും കൊണ്ട് നിന്റെ പാപം പോയിട്ടില്ല സഹോദര. നിന്റെ പാപത്തിന് പരിഹാരമായി നീ കഴിച്ച യാതൊരു വഴിപാട് കൊണ്ടോ നേർച്ച കൊണ്ടോ നിന്റെ പാപമൊന്നും പോയിട്ടില്ല. നിന്റെ മരണത്തിൻ്റെ നാഴികയിൽ ആ പാപമെല്ലാം നിന്റെ നേരെ വരുമെന്നുള്ള സത്യം നീ മനസ്സിലാക്കിക്കൊള്ളുക. എന്നാൽ ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ മുമ്പിലേക്ക് നീ സാഷ്ടാംഗം നിന്നെ തലവണക്കിക്കൊണ്ട്, അപ്പാ, സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല, എനിക്ക് അർഹതയില്ല, എനിക്ക് യാതൊന്നും പറയാനില്ല, തെറ്റ് ചെയ്തു പോയി എന്ന് പറയുന്ന ഏവർക്കും ക്ഷമിച്ച് കിട്ടുവാൻ തക്കവണ്ണം യേശുക്രിസ്തു വിശ്വസ്തനാണ്. അവൻ്റെ രക്തത്തിൻ്റെ പേരാണ് വിലയേറിയ രക്തമെന്ന്. ആ രക്തമാണ് എന്നെ കഴുകിയത്, ആ രക്തമാണ് നിന്നെ കഴുകുന്നത്, ആ രക്തത്തിൻ്റെ കഴുകലാണ് സഹോദര നിനക്ക് ലഭിക്കുന്നത്. യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വരാൻ ആരെല്ലാം ഉണ്ട്? പദവി വെച്ചുകൊണ്ട്, പാണ്ഡിത്യം വെച്ചുകൊണ്ട്, പണം വെച്ചുകൊണ്ട്, പദവി വെച്ചുകൊണ്ട് മാറി നിൽക്കല്ലേ പ്രിയപ്പെട്ടവരെ, ഓടി വരൂ. ഞാനല്ല വിളിക്കുന്നത്, യേശുവാണ് വിളിക്കുന്നത്. അബ്രഹാം തിരഞ്ഞെടുത്തു, അത് തന്നെ സക്കായിയും തിരഞ്ഞെടുത്തു. സക്കായി അബ്രഹാമിന്റെ മകനായിട്ട് മാറി. അബ്രഹാമിന്റെ മകനായി യേശുക്രിസ്തുവിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ ആരെല്ലാം മുന്നോട്ട് വരുന്നുണ്ട്, ആരെല്ലാം തീരുമാനമെടുക്കുന്നുണ്ട്. ഞാനും ഇതാ അബ്രഹാമിന്റെ മകനാണ്, വിശ്വാസികളുടെ മകനാണ്. ഞാനിതാ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് വരികയാണ്. ഒറ്റൊന്നുകൊണ്ട് രക്ഷയില്ല. വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. അവന്റെ പാദപീഠത്തിലേക്ക് വന്നിട്ട് എല്ലാം ഏറ്റുപറയുക. പദവികൾ ദുരുപയോഗം ചെയ്യുന്ന മനുഷ്യൻ എല്ലാം ദുരുപയോഗം ചെയ്യും. ഭർത്താവാക്കിയാൽ ആ പദവി ദുരുപയോഗം ചെയ്യും. ഭാര്യ പദവി കൊടുത്താൽ അത് ദുരുപയോഗം ചെയ്യും. അമ്മായിയപ്പൻ എന്ന പദവി കൊടുത്താൽ അത് ദുരുപയോഗം ചെയ്യും. അത് ഞാൻ പറയുന്ന വാക്കല്ല. യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം 11-ാം വാക്യം. എല്ലാവരും ഒന്ന് വായിക്കണം കേട്ടോ. യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം 11-ാം വാക്യം. പല പെൺകുട്ടികൾ സങ്കടത്തോടെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. യെഹെസ്കേൽ 22:11 നിങ്ങൾക്കത് വായിക്കാം. ഇപ്പോഴും വായിക്കണമെന്നില്ല ദൈവമക്കളെ. കാരണം ഏത് പദവി കൊടുത്താലും അത് ദുരുപയോഗം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. എന്താ സംഭവിച്ചത്? സന്തോഷത്തിൻ്റെ ആർപ്പോടുകൂടെ തീയിറങ്ങിയ ദേവാലയത്തിൽ നിന്ന് ദൈവകോപത്തിൻ്റെ തീയിറങ്ങി അതേ ദേവാലയത്തിൽ നിന്നതായ ആ പുരോഹിതന്മാര് ദഹിപ്പിച്ചു കളഞ്ഞു. ഈ വചനം പറയുന്ന ഞാൻ ആ തീയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ദഹിപ്പിക്കുന്ന തീയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. പാട്ട് പാടുന്ന സഹോദര, നീ നിൽക്കുന്നത് ആ തീയുടെ മുമ്പിലാണ്. വോളണ്ടിയർ ബാഡ്ജുള്ള പ്രിയപ്പെട്ടവനെ, ഈ ഫെലോഷിപ്പിന് വേണ്ടി വിരിച്ചൊരുക്കുന്നവർ, അടിച്ചൊരുക്കുന്നവർ,
പ്രാദേശിക യോഗങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഗൗരവത്തോടും സ്നേഹത്തോടും പറയട്ടെ, നിങ്ങളും ഞാനുമെല്ലാം ആ തീയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ആ തീയുടെ മുമ്പിലാണ് ഈ ശുശ്രൂഷയെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗൗരവത്തോടെ വേണം നിൽക്കാൻ, ആ സൂക്ഷ്മതയോടെ വേണം നിൽക്കാൻ, ആ സൂക്ഷ്മതയോടെ വേണം സംസാരിക്കാൻ, ആ സൂക്ഷ്മതയോടെ വേണം മറ്റുള്ളവരോട് ഇടപെടാൻ. സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് ഡിനയൽ. ആ സൂക്ഷ്മതയില്ല എങ്കിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ഇതെല്ലാം സംഭവിച്ചു. 2 പുരോഹിതന്മാരവിടെ മരിച്ചു വീണു. അവരെ ആ അങ്കിയോടുകൂടെ പുറത്തേക്ക് എടുത്തുകൊണ്ടുപോയി, അങ്കിയോടുകൂടെ കാലെ പിടിച്ച് കൊടുത്തുകൊണ്ടുപോയി. നാം അതാ വായിക്കുന്നത്. കാരണം ഇത് തീയാണ്, ജീവനുള്ള ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന് ഇബ്രാലേഖനത്തിൽ നാം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഇതെന്നെ ദഹിപ്പിക്കുന്ന വാക്കാണോ ചിന്തിക്കാറുണ്ടോ? ഒരു വാക്കെൻ്റെ വായിൽ നിന്ന് വരുന്നതിന് മുമ്പ്, ഒരഭിപ്രായം ഞാൻ പറയുന്നതിന് മുമ്പ്, ഒരു തീരുമാനത്തിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ഇതെന്നെ ദഹിപ്പിക്കുന്ന, എന്നെ തന്നെ ദഹിപ്പിക്കുന്ന ഒരു വാക്കാണോ നാം ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധിയുടെ ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാനും നിങ്ങളും സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെ സൂക്ഷിക്കേണ്ട സ്ഥലമാണിത്. ഇത് അനുഗ്രഹിക്കേണ്ട സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇത്രയും കർശനമായ വചനമെല്ലാം ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇത് അനുഗ്രഹത്തിൻ്റെ പുസ്തകമാണ്, ഇത് സ്നേഹത്തിൻ്റെ പുസ്തകമാണ്, ഇത് വളർച്ചയുടെ പുസ്തകമാണ്, ഇത് സൗഖ്യം തരുന്ന പുസ്തകമാണ്, ഇത് ബുദ്ധി തരുന്ന പുസ്തകമാണ്, ഇത് നല്ല കുടുംബജീവിതം തരുന്ന പുസ്തകമാണ്, ഇത് ദൈവരാജ്യത്തിൽ എത്തിക്കുന്ന പുസ്തകമാണ്, ഇത് സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് കാണിച്ചു തരുന്ന പുസ്തകമാണ്. ഇതെല്ലാം ദൈവത്തിന് സ്തോത്രം. ഒറ്റ കാര്യം മാത്രം, ഇത് സ്വന്തം ഇഷ്ടം നടത്താനുള്ള സ്ഥലമല്ല, സ്വന്തം ഇഷ്ടം നടത്താനുള്ള സ്ഥലമല്ല, സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കാനുള്ള സ്ഥലമല്ല, ഇത് സ്വന്തം അഭിപ്രായം നടത്തിയെടുക്കാനുള്ള സ്ഥലമല്ല. നിത്യനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇത് എത്ര കർശനമായി പറയുന്നത് വെച്ചാൽ, പശു നീറ്റാകണമെങ്കിൽ തൊഴുത്ത് നീറ്റാകണമെന്ന് ഇംഗ്ലീഷിൽ പറയും. തൊഴുത്ത് നീറ്റായാലേ പശു വൃത്തിയായിരിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാം പ്രവർത്തിക്കുന്ന ഈ സ്ഥലം ഇത് പരിപാവനമായി നാം സൂക്ഷിക്കണം. ഇത് സ്നേഹത്തിൻ്റെ നികേതമായി നാം സൂക്ഷിക്കണം. ഇത് സ്വന്തം അഭിപ്രായത്തിനോ സ്വന്തം ഇഷ്ടത്തിനോ വിലയുള്ള സ്ഥലമായിട്ടല്ല. ഇത് മറിച്ച് യേശുവിനെ കാണാനും നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിരിക്കുന്നതൊക്കെയാണ്. പ്രിയപ്പെട്ട യോനാസാറും എല്ലാം കാഴ്ചവെച്ചതാണ്, അപ്പോസ്തലൻ കാഴ്ചവെച്ചതാണ്. സെൽഫ് ഡിനയൽ, സെൽഫ് ഡിസിപ്ലിൻ. തന്നെത്താൻ നിയന്ത്രിക്കുക, തന്നെത്താൻ അവകാശങ്ങളെല്ലാം ത്യജിച്ചിട്ട് ദൈവമക്കളെ ദൈവസന്നദ്ധിയിൽ വിനയപ്പെടുക. ഒരു വാക്ക്. അമ്മായിമ്മമാരെ അവകാശങ്ങൾ താഴെ വെച്ച് മരുമകളെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങുമോ? മരുമകൾ എല്ലാം ഒന്ന് താണിട്ട് രൂത്ത് അമ്മായിമ്മയെ സ്നേഹിച്ചതുപോലെ ഒന്നുകൂടെ സ്നേഹിക്കാൻ തുടങ്ങുമോ? ഇതുവരെ പരാജയപ്പെട്ടതായിരിക്കാം, എന്നാൽ ഇന്ന് നീ തീരുമാനമെടുത്താൽ ഇന്ന് നീ പരാജയപ്പെടുകയില്ല. ഇതുവരെ മദ്യപാനം നോക്കിയിട്ട് പരാജയപ്പെട്ട ദൈവം ഇതിലെ ഇന്ന് നീ തീരുമാനമെടുക്കൂ, നീ പരാജയപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വരെ കോപം മാറാത്തവർ ഇപ്പോൾ തീരുമാനമെടുക്കൂ, നിങ്ങൾക്ക് കോപം മാറിക്കിട്ടും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതുവരെ നിയന്ത്രണാധീനമായി പോയ സകല ദൂഷ്യ സ്വഭാവങ്ങളും, ഡ്രഗ്സോ ഡ്രിങ്ക്സോ എന്തുമാകട്ടെ, ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങൾക്കത് മാറിക്കിട്ടും പ്രിയപ്പെട്ടവരെ. കാരണം ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം നിൽക്കുകയല്ല, ഞാൻ ഒരാളുടെ ദാസനായി നിൽക്കുകയാണ്, ഞാൻ യേശുവിൻ്റെ ദാസനായി നിൽക്കുകയാണ്, നിങ്ങളുടെയും ദാസനായി ഞാനിവിടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ദഹിപ്പിക്കുന്ന തീയാണിത്. ഇത് ആത്മാവിൻ്റെ തീയുള്ള സ്ഥലമാണ് ദൈവമക്കളെ. ഇതെൻ്റെ ഇഷ്ടത്തിനുള്ള സ്ഥലമല്ല, ഇത് യേശു ഇറങ്ങി വരുന്ന സ്ഥലമാണ്, അവൻ്റെ വചനം ഇറങ്ങിയിട്ടുള്ള സ്ഥലമാണ്, ഇത് തീ ഇറങ്ങിയിട്ടുള്ള രംഗമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്നേക്കാൾ ശ്രേഷ്ഠരായ, എന്നേക്കാൾ ഉന്നതരായ,
എന്നേക്കാൾ വിശുദ്ധരായ ദൈവമക്കൾ നിന്ന് ഈ സ്ഥലത്ത് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഈ വിളമയോടെ നിൽക്കുകയാണ്. ദൈവമേ, ദൈവകോപത്തിൻ്റെ തീയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ദൈവകോപത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ തീ ഇറങ്ങി യാഗപീഠം കണ്ട് എല്ലാവരും ആഘോഷിച്ചപ്പോൾ ദൈവകോപത്തിൻ്റെ അതേ തീ തന്നെ അവിടെ തന്നെ ഇറങ്ങിയെങ്കിൽ ദൈവത്തിലെ എനിക്കും നിനക്കും എന്ത്? ഇന്ന് നമുക്ക് വിനയപ്പെടാ, നമുക്ക് എളിമപ്പെടാ. ദൈവകോപത്തീയിൽ വെന്തെറിഞ്ഞ നമ്മുടെ കരുണയുള്ള കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ നമുക്ക് ശരണപ്പെടാ. അവന്റെ തിരുരക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. അത് മാത്രമാണ് നമുക്ക് ശരണമുള്ളത്. ഹല്ലേലൂയ. ദൈവകോപത്തീയിൽ യേശു മരിച്ചു. അവന്റെ രക്തമാണ് നമ്മുടെ ശുദ്ധീകരിക്കുന്നത്. ഇന്ന് തീരുമാനങ്ങൾ എടുക്കാൻ ആരുണ്ട്? ഒരു പുതിയ സമർപ്പണം എടുക്കാൻ ആരുണ്ട്? ഹല്ലേലൂയ. ഒരു പുതിയ സമർപ്പണം കർത്താവേ. വേദപുസ്തകം വായിക്കുന്നതിൽ ഒരു സമർപ്പണം, തന്നെത്താൻ പ്രാർത്ഥിക്കുന്നതിൽ ഒരു സമർപ്പണം, തന്നെത്താൻ സംസാരിക്കുന്നതിൽ ഒരു സമർപ്പണം, ഇടപെടുന്നതിൽ ഒരു സമർപ്പണം, പണം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു സമർപ്പണം. ഹല്ലേലൂയ. ആരെല്ലാം പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അവർക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് കർത്താവേ, ഇത് ദൈവകോപത്തിന്റെ സ്ഥലമാണ്, ഇത് അനുഗ്രഹത്തിന്റെ സ്ഥലമാണ്. ഞാനിത് തീരുമാനിക്കുന്ന കർത്താവേ, ഞാൻ തിരുവചനം വായിച്ചു കൊള്ളാം, ഞാൻ ദൈവസന്നദ്ധിയിൽ ഇരുന്നു കൊള്ളാം, ഞാൻ സ്നേഹത്തോട് ഇടപെട്ടുകൊള്ളാം, ഞാൻ മടക്കി കൊടുത്തുകൊള്ളാം, ഞാൻ അന്യായം ചെയ്യുകയില്ല, ഞാൻ അശുദ്ധിയോട് പയർ പറയുന്നു. കർത്താവേ, ഞാനിതാ കൊള്ളരുതാത്ത വഴികളോട് യാത്ര പറയുന്നു. നമുക്ക് ദൈവത്തെ കരങ്ങളെ താഴ്ത്തിയിടുക. ജീവനുള്ള ദൈവമേ, ഈ തന്ന സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു. ഈ മക്കളെ അനുഗ്രഹിക്കണമേ, പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുക്കണം. ഇനിയും വചനം കേൾക്കാൻ കൂട്ടിക്കൊണ്ടുവരണമേ. എല്ലാ പ്രിയപ്പെട്ടവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ.